ഓക്കെ. അപ്പൊ നമ്മള് എന്ത് പറഞ്ഞ് തുടങ്ങും? ഓക്കെ. അത് മാത്രല്ല, ഇതിന് അധികം എക്സ്ട്രാ ഇതിന് ഫൈനലി ഐ ഡിസൈഡഡ് ടു ട്രൈ ഇറ്റ്. അതായത് ഭയങ്കര ഈസി ആയിട്ടുള്ള, എന്നാൽ ഇതിന് 1 പാൻ മാത്രം യൂസ് ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. അത് മാത്രല്ല ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിനധികം മിക്സിംഗ് ബൗൾസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഡിഷസോ ഒന്നും തന്നെ ആവശ്യമില്ല. സൂപ്പർ ഈസി, സൂപ്പർ ക്യൂട്ട് ആൻഡ് ബാർലി എനിത്തിങ് ടു വാഷ് ആഫ്റ്റർവേർഡ്സ്. ഇതാണ് അതിന്റെ മേജർ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. സോ ലെറ്റ് മീ സീ വാട്ട് ദ ഹൈപ്പ് ഈസ് അബൌട്ട്. നിങ്ങൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫ്ലഫി ആയിട്ട് ഒരു ബേക്കറി സ്റ്റൈൽ കേക്കാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് നോട്ട് ഇറ്റ്. സോ ആദ്യം തന്നെ നമുക്കൊരു മിൽക്ക് ചോക്ലേറ്റ് എടുത്ത് അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് നന്നായി മെൽറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ബോയിലിംഗ് മെത്തേഡോ അല്ലെങ്കിൽ അവൻ യൂസ് ചെയ്തോ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 3 എഗ്സ് ഒന്ന് ഞാൻ ക്രാക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മെൽറ്റഡ് ചോക്ലേറ്റ് ആഡ് ചെയ്യുന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് അധികം ഷുഗറിന്റെ ആവശ്യം ഇവിടെ വരുന്നില്ല കേട്ടോ. നെക്സ്റ്റ് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് മൈദ, കൊക്കോ പൗഡർ, പിന്നെ ഇതിലേക്ക് വെനില എസൻസും ഓയിലും ആഡ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് വേണ്ട ബേക്കിംഗ് സോഡയും സോൾട്ടും പിന്നെ കുറച്ച് മിൽക്കും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സോ ഞാനിത് ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡ്സും നന്നായി കുക്കായി വന്നിട്ടുണ്ട്. പക്ഷേ ഔട്ടർ എഡ്ജസ് എല്ലാം പഫായി വന്ന് മിഡിൽ പോർഷൻ മാത്രം താന്നു പോയത് എന്താന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആൻഡ് ഫൈനലി നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.